ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും അധികം ധാതു നിക്ഷേപങ്ങളിൽ സ്വാധീനമുള്ള രാജ്യം ചൈനയാണ്. അവിടേക്ക് കടന്നു കയറാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയും ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു പോരാട്ടത്തിനിറങ്ങുന്നു എന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ, മ്യാൻമാറിൽ, അതുപോലെ തന്നെ ചിറ്റഗോങ് മേഖലയിൽ ഇവിടെയൊക്കെയാണ് ഏറ്റവും അധികം ധാതു നിക്ഷേപങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ ഈ മ്യാൻമർ മേഖലയിലുമൊക്കെ ചൈനയുടെയും അമേരിക്കയുടെയും കണ്ണുകൾ പതിയുന്നുണ്ട്. ചൈന നിലവിൽ മ്യാൻമറിലെ സൈനിക ഭരണകൂടവുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയോടെ അവിടെ നിന്ന് ധാതുക്കളും മറ്റും കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രധാനമായും ആഴക്കടൽ തുറമുഖമായ ചോക്ഫ്യൂ വഴിയാണ് ഈ ധാതുക്കളൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത്. ചൈനയ്ക്ക് ആകെ അവിടെ ഒരു ഭീഷണി ഉള്ളത് എന്ന് പറയുന്നത് അരക്കൻ ആർമിയാണ്. കാരണം മ്യാൻമറിൽ അരക്കൻ ആർമി ശക്തി പ്രാപിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയ ഭീഷണിയൊന്നുമില്ല. എന്നാൽ ഇന്ത്യ വളരെ തന്ത്രപരമായി മാത്രമേ കരുക്കൾ നീക്കത്തുള്ളൂ. ഇന്ത്യക്ക് അവിടുത്തെ സൈനിക ഭരണകൂടമായ ഹുണ്ട മ്യാൻമറിലെ, അതുപോലെ തന്നെ അവിടുത്തെ വിഘടനവാദികൾ എന്ന് പറയപ്പെടുന്ന അരക്കൻ ആർമി, ഈ ഇരു കൂട്ടരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണുള്ളത്. അങ്ങനെയുള്ള ബന്ധം നിലനിൽക്കുന്നത് അമേരിക്കയ്ക്കും വലിയൊരു ഭീഷണി തന്നെയാണ്. കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ അതുപോലെ തന്നെ മ്യാൻമർ മേഖലയിലൊക്കെ അമേരിക്കയ്ക്ക് സ്വാധീനം ഉറപ്പിക്കാൻ ഉള്ള ഒരു താല്പര്യമുണ്ട്. അവിടെ ഇന്ത്യയും ചൈനയും വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം അരക്കൻ ആർമി ശക്തി പ്രാപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അരക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള രഖൈൻ പ്രവിശ്യയിലെ സിത്തൈ തുറമുഖം, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപം നടത്തിയ തുറമുഖമാണ്. തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അതായത് കലൈതാൻ ഇടനാഴി കടന്നു പോകുന്ന ഇതുവഴിയാണ്. ഈ കലൈതാൻ ഇടനാഴി എന്ന് പറയുന്നത് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. അതായത് കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച് മിസോറാമിലെ ഐസ്വാൾ വഴി എത്തുന്നത് ഈ തുറമുഖം കടന്നാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ്. അതുപോലെ തന്നെ ഈ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സ്വാധീനം ചെലുത്തേണ്ടതും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കമുള്ളത് കൊണ്ട് നമ്മൾ ഈ മേഖലയെ വളരെ തന്ത്രപരമായി നോക്കുന്നുണ്ട്. കാരണം ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നായിട്ടുള്ള നിരവധി വിഘടനവാദി സംഘടനകളുണ്ട്. ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് മ്യാൻമറിൻ്റെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ഒരു പ്രത്യേക യോഗം വിളിച്ചു. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു യോഗം. ഇതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു. ഒപ്പം സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാനുണ്ട്. കൂടാതെ 3 സൈനിക വിഭാഗങ്ങളുടെയും മേധാവികളുമുണ്ട്. അപ്പോൾ ഇവർ വളരെ കൃത്യമായിട്ടൊരു യോഗം നടത്തുന്നു. അതായത് കൊൽക്കത്തയിൽ നിന്ന് മിസോറാമിലെ ഐസ്വാളിലേക്ക് പോകുന്ന ഈ പാതയിൽ ചില നീക്കങ്ങളൊക്കെ അമേരിക്കയും ചൈനയും നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം അമേരിക്ക ഇവിടെ കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിലെ യൂനിറ്റ് സർക്കാരിനെ മുൻനിർത്തിയാണ്. നമുക്കറിയാം, ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതോടുകൂടി ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമൊക്കെ കുറഞ്ഞു എന്ന് കരുതിയെങ്കിലും ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിലും ഡീപ് സ്റ്റേറ്റ് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ഈ ഹുണ്ടയെ പിന്തുണച്ച് അല്ലെങ്കിൽ വിഘടനവാദികളെ ഒരേ സമയം പിന്തുണച്ച് ചൈന നിലപാട് സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം താല്പര്യം നിലനിർത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, പണ്ട് ഈ മേഖലയിൽ ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ ഇതിനെ മയക്കുമരുന്ന് ത്രികോണം എന്നാണ് പഴയ കാലത്ത് വിശേഷിപ്പിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഡ്രഗ്സ് ഒക്കെ കടത്തുന്ന മേഖലയായിരുന്നു. ഇതിന് സമാനമായ ഒരു മേഖല ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലുമുണ്ട്. അതായത് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖല, മ്യാൻമാറിലെ ചിൻ പ്രവിശ്യ, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖല, ഇവിടെയൊക്കെ തന്നെ മയക്കുമരുന്ന് ഗ്യാങ്ങുകളുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അതുകൊണ്ടാണ് പുതിയ കാലത്തെ മയക്കുമരുന്ന് ത്രികോണം എന്ന് ഈ മേഖലയിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കാലമായിട്ട് അസ്ഥിരത, നിയമവാഴ്ചയില്ലായ്മയൊക്കെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാരകമായ മയക്കുമരുന്ന് സംഘവും ക്രിമിനൽ സംഘങ്ങളുമൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ അവിടെ പ്രത്യേക യോഗവും ചേർന്നത്. അപ്പം ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, അതുപോലെ തന്നെ പൈര തുറമുഖം എന്നിവയിൽ ചൈനയ്ക്ക് നിക്ഷേപമുള്ളത് കൊണ്ട് തന്നെ അവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ചൈന ശ്രമിക്കും. അതാണ് അമേരിക്ക ഇപ്പോൾ അവിടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം മ്യാൻമറിലെ ചോക്ഫ്യൂ തുറമുഖത്ത് നിന്ന് ചൈനയിലെ യുനാൻ പ്രവിശ്യയിലേക്ക് എണ്ണയും പാചകവാതവും ഒക്കെ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ ചൈന ഇപ്പം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ മലാക്ക കടലിടുക്കിന് പകരമായിട്ട് ചൈന കാണുന്ന ഒരു സമുദ്രമാർഗമാണ്. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് ഇവിടെ സ്വാധീനം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന നടത്തുന്നു.
കൂടാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു ബന്ധം ഇത് ഡെവലപ്പ് ചെയ്തു വരികയാണെങ്കിൽ അതിനെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകൾ ചൈന ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ, മ്യാൻമറിലെ ധാതു നിക്ഷേപമുള്ള മേഖല എന്നിവിടങ്ങളിലേക്ക് ചൈനയും അമേരിക്കയും ഒരുപോലെ കണ്ണുവെക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഷേഖ് ഹസീന നേരത്തെ പറഞ്ഞിരുന്നു, ഈ ബംഗാൾ ഉൾക്കടലിലെ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡിൽ ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചു. കൂടാതെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ഒരു ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. ഇതിനൊന്നും വഴങ്ങാത്തതുകൊണ്ടാണ് തന്നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ഷേഖ് ഹസീന പറയുന്നത്. ഇവിടെ യൂനിസ് ഗവൺമെൻറ് വന്നതോടുകൂടി ബംഗ്ലാദേശിലെ കാര്യങ്ങളിൽ സജീവമായ ഇടപെടൽ അമേരിക്ക നടത്തുന്നുണ്ട്. അപ്പം US സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറായിട്ടുള്ള ടെനൻസ് ജാക്സൺ കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെത്തിയിരുന്നു. ഡാക്കയിലെ ഒരു ഹോട്ടൽ മുറിയിൽ പിന്നീട് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും ഔദ്യോഗികമായ ഭാഷ്യമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന്. പോസ്റ്റ്മോർട്ടമോ ഇൻക്വസ്റ്റ് നടപടികളോ ഒന്നും ബംഗ്ലാദേശ് പോലീസിനെ കൊണ്ട് ചെയ്യിച്ചില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്ക കൃത്യമായി ഇടപെടൽ നടത്തി അമേരിക്കൻ എംബസി വന്ന് ഈ ഡെഡ് ബോഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇയാൾ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിലാണ് ബംഗ്ലാദേശിലേക്ക് വന്നത്. പക്ഷേ ഇയാൾ സന്ദർശിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ നിഗൂഢതയുണ്ട്. ആ സമയത്ത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് ഓഫീസർ അവിടേക്ക് എത്തിയത്? ഇത് ദുരൂഹത ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യം, ഈ മരണം സംഭവിച്ച ദിവസങ്ങൾക്ക് ശേഷം ഒരു സംയുക്ത സൈനിക അഭ്യാസവുമായി അമേരിക്ക എത്തി. അതായത് നമ്മുടെ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും ഒക്കെ അതിർത്തി മേഖലയിലാണ് ചിറ്റഗോങ്. അവിടെ ഒരു സൈനിക അഭ്യാസം നടത്തിയത്. 100-ലധികം അമേരിക്കൻ പട്ടാളക്കാരുണ്ടായിരുന്നു. 4 ദിവസമായിരുന്നു ഈ സൈനിക അഭ്യാസം. 4 ദിവസത്തെ സൈനിക അഭ്യാസത്തിന് മുമ്പ് ജൂലൈയിലും ബംഗ്ലാദേശിലെ സിൽഹദിൽ ഇതിന് സമാനമായ ഒരു സൈനിക അഭ്യാസം നടത്തി. അപ്പോൾ ബംഗ്ലാദേശ് മണ്ണിൽ നിന്ന് അമേരിക്ക ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. പ്രധാന ആവശ്യം ഈ ധാതു നിക്ഷേപങ്ങളുടെ കുത്തക ചൈനയിൽ നിന്ന് തട്ടിയെടുക്കണം. ഇവിടേക്ക് ഇന്ത്യക്കും കണ്ണുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഈ ബംഗാൾ ഉൾക്കടൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം ബംഗാൾ ഉൾക്കടലിലെ പ്രധാന കളിക്കാരാരാന്ന് ചോദിച്ചാൽ അമേരിക്കയും ചൈനയും ഒപ്പം ഇന്ത്യയുമാണ്. ഇനി സഹകളിക്കാരായിട്ട് മ്യാൻമറുണ്ട്, ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, മേഖലയിലെ വിഘടനവാദികളുണ്ട്, അരക്കൻ ആർമിയുണ്ട്, എന്തിന് UN പോലുമുണ്ട്. ഇവിടെ ഈ 3 പേർ മത്സരിക്കുമ്പോൾ 2 പേർ മൂന്നാമനെതിരെ ഒന്നിക്കാം. അങ്ങനെ മൂന്നാമനെ തട്ടി താഴെയിടാം. പിന്നീട് 2 പേർ വിജയികളായി വരുമ്പോൾ അവർ തമ്മിൽ ഒരാളെ വലിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് എന്ത് തന്ത്രം ഉപയോഗിക്കും? നയതന്ത്രം വേണമെങ്കിൽ അങ്ങനെ, ചാരപ്പണി വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവസാന നിമിഷം മാത്രമേ ഈ മത്സരത്തിൻ്റെ ഫലം നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഫോണിൽ വിളിച്ച് ചില സംഭാഷണങ്ങളൊക്കെ നടത്തി. അതായത് ടിക്ടോക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകളൊക്കെ പിൻവലിക്കാമെന്നുള്ള ഓഫർ അമേരിക്ക മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. അതായത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന വൻതോതിൽ ടാക്സ് വർദ്ധിപ്പിച്ചു. അതോടുകൂടി ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ആരും വാങ്ങുന്നില്ല. ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അപ്പം ആ പ്രശ്നം പരിഹരിക്കാൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടത്തുന്നു. ഇക്കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഭരണകൂടം കൃത്യമായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത മാസം ചൈനയിലേക്ക് പോയി ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ സൗദിയുമായിട്ട് ചില കള്ളക്കളികളൊക്കെ നടത്തുന്നു. നമ്മൾ അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിൽ പുതിയൊരു കൂട്ടുകെട്ട് രൂപപ്പെടുത്തുന്നു. അവർക്ക് ധാതു നിക്ഷേപത്തിൽ ധാതുക്കൾ കൈവശം വെക്കുന്നതിലൊക്കെ ഒരു പങ്കാളിത്തം വരാനുള്ള സാഹചര്യം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ തന്നെ ഒരു സംയുക്ത സൈനിക മേധാവികളുടെ യോഗം വിളിച്ചുകൂട്ടി ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെയും ചൈനയുടെയും തന്ത്രങ്ങളെ ഇന്ത്യ ചുരുട്ടിക്കൂട്ടി കടലിലെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ, മ്യാൻമർ മേഖലയിലൊക്കെ തന്നെ ചില നിഗൂഢതകൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.